സെൻസൈഡ് പെയ്യാത്തല്ല, വീടുകൾക്ക് സെൻസൈഡ് ഉണ്ടാവാറില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. സൺസൈഡ് വെക്കാതെ എന്തുകൊണ്ടാണ് അവർ പണിയണേ? അതറിയത്തില്ല, അത് അവരുടെ ഒരു സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നുന്നു. ആലൊക്കെ ഉണ്ടോ? ആ, അവിടുത്തെ മെയിൻ മരമാണല്ലോ ആലും ആര്യവേപ്പും. ഈ ആല് എന്താ പറയണെന്നറിയാം? ഈ ആലിന് എനിക്കറിയത്തില്ല. പലതരം ആലുണ്ട്, നിനക്കറിയാമോ? വരയാല്. ആ, കറക്റ്റ്. അല്ല, അരയാല്. ഈ ഇതേപോലെ ഇങ്ങനെ ഈ വള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്നു. മറ്റേ മൗംഗ്ലിയുടെ ഇതിലൊക്കെ അവൻ ചാടി നടക്കുന്നു. ചാടി ഇങ്ങനെയൊക്കെ കുറെ വള്ളികളുള്ള ചടികൾ. അവരുടെ ഇവന് മേടിച്ചു കൊടുക്കൂ. വേണ്ട, രണ്ടെണ്ണം നീ മേടിച്ചോ. വേണ്ട, നീ അങ്ങോട്ട് ഇറങ്ങിക്കോ, എടുത്തോ, ഇഷ്ടം. നല്ല പാടങ്ങളാട്ടോ അത് എവിടെ കണ്ട. നല്ല രസമുണ്ടല്ലേ? നല്ല കൃഷിപ്പാടങ്ങൾ. കാലാവസ്ഥയൊക്കെ നന്നായത് കാരണം നമുക്ക് യാത്ര എളുപ്പമായി. അത് ശരിയാട്ടോ, ചൂടറിയാനേ ഇല്ല. അത് വണ്ടിക്കകത്ത് AC ഇട്ടിട്ടാടാ. പൊതുവേ അവിടെ ചൂടില്ല കേട്ടോ, നമ്മൾ ഇറങ്ങിയതല്ലേ. ഇവിടെ ചോളത്തിന്റെ കൃഷിയുണ്ട്. യെസ്. അല്ല, തമിഴ്നാടും കർണാടകയൊക്കെ വരുമ്പോൾ ഒരു ചൂട് ക്ലൈമറ്റ് ആണെങ്കിലും കാറ്റ് ആ ക്ലൈമറ്റിനെ ഇത് ചെയ്യുന്നുണ്ട്. വലിയ ചൂടായിട്ട് ഫീൽ ചെയ്യില്ല അല്ലേ? ഇവിടെ കൂടുതലും ചോള കൃഷിയാന്ന് തോന്നുന്നു കേട്ടോ. ചോളം ഉണ്ട്, പിന്നെ വേറെ ഈ മറ്റേ എള്ളില്ലേ, എള്ളിൻ്റെ കൊള്ളാം. ദേ പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ പോലെ തന്നെ വരുന്നുണ്ടല്ലേ? അതേ നീ എന്താ ഇവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കണത്? നീ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണോ? നീ കാഴ്ചയാണോ വന്നല്ല? ഗൈസ്, ആ വെള്ള വീട് കണ്ടോ? എന്ത് മനോഹരമാണെന്ന് നോക്കൂ. ഓടിട്ട 2 നില വീട്. വാവ്. അതെ, ഇത് അവന് വാങ്ങിക്കൊടുത്താലോ? എന്നിട്ട് നമുക്ക് ഇവിടെ താമസിച്ചിട്ട് വേണേ കാശ് കൊടുത്ത് മേടിക്കട്ടെ, നമുക്ക് ഇറക്കി വിടാം. നോക്കടാ ഗ്രൗണ്ട്. അവിടെ നിന്ന് കൃഷിയില്ലാന്ന് തോന്നട്ടോ, പിള്ളേർ കളിക്കുന്ന സ്ഥലം. ഇവിടുത്തെ റോഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാ റോഡിന്റെ സൈഡിൽ കൂടെ ഇവർ ഇങ്ങനത്തെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് തണലായിട്ട്. അതിവിടെ ഇല്ലേ? കേരളത്തിലെവിടെയാ? ഒരു പല സ്ഥലത്തും ഉണ്ടല്ലോ. പിന്നെ നമ്മള് മേനകയിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഭാഷ് ബോസ് പാർക്കിന്റെ അല്ലേ? സുഭാഷ് ചന്ദ്രബോസ് പാർക്ക്. എല്ലാ റോഡും കുഞ്ഞു റോഡാണെങ്കിലും അതിന്റെ സൈഡിൽ കൂടെ ആൽമരം പോലത്തെ ഇങ്ങനത്തെ മരങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ഞാൻ ആകെപ്പാടെ കണ്ടേക്കണ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോണ വഴിക്ക്. അല്ല, ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ ചുറ്റിനും മരമാണല്ലോ. ആ മരം പോലെ അല്ലല്ലോ ഇത്, തണലിൽ നിൽക്കുന്ന രീതിയിലുള്ള മരങ്ങളല്ലേ? ഉണ്ടോ, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നാഷണൽ ഹൈവേ അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടെ നാഷണൽ ഹൈവേയിലും ഉണ്ട്, പക്ഷെ ഇത് നാഷണൽ ഹൈവേ അല്ലല്ലോ. എന്തെങ്കിലും ആട്ടെ.